Hello students, welcome to the another session. So നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ന്യൂമാറ്റോഫോഴ്സ് ഒക്കർ ഇൻ, ഇത് നീറ്റ് 2018 ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ന്യൂമാറ്റോഫോഴ്സ്? നമ്മൾ പഠിക്കുന്നതാണ് ന്യൂമാറ്റോഫോഴ്സ് ആർ ദ ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ. ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ ആണ് ന്യൂമാറ്റോഫോഴ്സ് എന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു മോഡിഫിക്കേഷൻ നമുക്ക് കാണുന്നത്? സോ ദാറ്റ് മോഡിഫിക്കേഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ റെസ്പിറേഷൻ, അല്ലേ? ദാറ്റ് ഹെൽപ്സ് ഇൻ ദ റെസ്പിറേഷന് സഹായിക്കുന്ന ഒരു മോഡിഫിക്കേഷൻ ആണ് ഈ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്ന റൂട്ട്. ക്ലിയർ? സോ ദ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് റൂട്ട്? ദാറ്റ് ഈസ് ന്യൂമാറ്റോഫോഴ്സ്. ഈ റൂട്ടിനകത്ത് കാണുന്ന മൈന്യൂട്ട് പോർസ് ഉണ്ട്. ഈ റൂട്ടിനകത്ത് വി ക്യാൻ ഫൗണ്ട് സം മൈന്യൂട്ട് പോർസ്. വാട്ട് ആർ ദ നെയിം ഓഫ് ദാറ്റ് മൈന്യൂട്ട് പോർസ്? ദാറ്റ് ഈസ് ന്യൂമാറ്റോതോഡ്സ്. ആ മൈന്യൂട്ട് spores which is present inside this pneumatophores root, such are called pneumatotodes എന്നാണ് വിളിക്കുക. ഇത്തരം ഒരു മോഡിഫിക്കേഷൻ കാണപ്പെടുന്ന പ്ലാന്റ്സുകളാണ്, ദാറ്റ് ഈസ് മാൻഗ്രൂവ് പ്ലാന്റ്സുകളാണ് നമുക്ക് ഇത്തരം ഒരു മോഡിഫിക്കേഷൻ കാണുന്നത്. മാൻഗ്രൂവ് പ്ലാന്റ്സ്. These mangrove plants, they are present in where? They are present in what condition? That is നമ്മൾ പറയില്ലേ, ഹാലോഫൈറ്റുകളാണ് മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സോൾട്ടി ഏരിയാസിലാണ് നമ്മൾ മാൻഗ്രൂവ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ദാറ്റ്സ് വൈ ദിസ് മാൻഗ്രൂവ് പ്ലാന്റ്സ് ആർ കോൾഡ് ഹാലോഫൈറ്റ്സ് എന്ന് നമ്മൾ പറയും. ദ മാൻഗ്രൂവ് പ്ലാന്റ്സിന് ഒരു എക്സാമ്പിൾ ആണ്, അല്ലെ, ഒരു മാൻഗ്രൂവ് പ്ലാന്റ് ആണ്, ദാറ്റ് ഈസ് റൈസോഫോറ. സോ റൈസോഫോറ എന്ന് പറയുന്നത് ഒരു mangrove plant ആണ്, mangrove plant. So we can say that Rhizophora is a halophyte. നിങ്ങൾക്കറിയാം, ഇത്തരം മാർഷേ ഏരിയാസ്, ഇത്തരം ഏരിയാസിൽ ഓക്സിജന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ റൈസോഫോറ എന്ന് പറയുന്ന പ്ലാന്റ് ഒക്കെ മാർഷേ ഏരിയയിലാണ് കാണുന്നത്, ചതുപ്പ് നിലങ്ങളിലാണ് കാണുന്നത്. സോ ഇത്തരം പ്ലാന്റ്സുകൾക്കൊക്കെ ഓക്സിജന്റെ അവൈലബിലിറ്റി കുറവാണ്. സോ ടു ഗെറ്റ് ഓക്സിജൻ, their taproot get modified. ഒരു taproot ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് they grow vertically upward. So consider ഇത് എന്ന് പറയുന്നത്, so this is a marshy area. taproot ഒന്ന് ഇങ്ങനെ മോഡിഫൈ ചെയ്യും. ക്ലിയർ? യെസ്, ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ upward ഡയറക്ഷനിൽ വളരുന്നു. So these roots are called what? These roots are called pneumatophores. ഇതിൽ കാണുന്ന ചെറിയ ചെറിയ സ്മോൾ പോർസ്, PORES, that are called pneumatotodes എന്നാണ് നമ്മൾ പറയുക. സോ ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് ഒക്കർ ഇൻ എവിടെയാണ് കാണപ്പെടുന്നത്? ഹാലോഫൈറ്റിലാണ് കാണുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നീറ്റിലെ 2018 ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിക്കണം, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് 4 ഓപ്ഷൻസ് ആർ ഗിവൺ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? അല്ലെ, എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? സെൽ വാൾ ഈസ് പ്രസന്റ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ഫംഗൈ ആൻഡ് പ്ലാന്റ്. ഫംഗസിലും പ്ലാന്റ്സിലും സെൽ വാൾ പ്രസന്റ് ആണ്. യെസ്, സെൽ വാൾ ഈസ് പ്രസന്റ് ഇൻ ഫംഗസ്. സെൽ വാൾ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, അല്ലേ? അതായത് ഫംഗൽ സെല്ലുലോസ് എന്നാണ് പറയുക. ദാറ്റ് ഈസ് കോൾഡ് കൈറ്റിൻ. ഫംഗസിലെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. കൈറ്റിൻ കൊണ്ടാണ്. ദാറ്റ് ഈസ് കോൾഡ്, കൈറ്റിൻ ഈസ് ഓൾസോ നോൺ ആസ് ഫംഗൽ സെല്ലുലോസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം. കമ്മിങ് ടു പ്ലാന്റ്സ്, പ്ലാന്റ്സിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ
പ്ലാന്റ്സിലും സെൽ വാൾ ഈസ് പ്രസന്റ് വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് കൊണ്ടാണ്. ബട്ട് ആനിമൽസ് they do not possess cell wall. So ആയതിനാൽ the first statement എന്ന് പറയുന്നത് എന്താണ്? The first statement that is true ആണ്. It's not a wrong statement. Coming to the second statement, mushroom belongs to Basidiomycetes. നമ്മൾ പഠിക്കുന്നുണ്ട് ബെസിഡിയോമൈസിറ്റ്സിലെ അഗാരിക്കസ്, ഓക്കെ, പക്സിനിയ, അതേപോലെ അസ്റ്റിലാഗോ. അഗാരിക്കസ് അതിന്റെ ബ്രാക്കറ്റിൽ എഴുതി വെക്കണം മഷ്റൂംസ്. മനസ്സിലായല്ലോ? അഗാരിക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഷ്റൂംസ് ആണ്. മഷ്റൂമിലെ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് ഈ ബെസിഡിയോ കാർപ്പാണ്. ഓക്കെ, ബെസിഡിയോ കാർപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ടിംഗ് ബോഡി ആണ് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ബെസിഡിയം എന്ന് പറയുന്ന ഒരു സഞ്ചിയുണ്ട്, സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇതിന് മുകളിലായിട്ടാണ് ബെസിഡിയോ സ്പോർസുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. അത് 1 അല്ല 2 അല്ല 4 ബെസിഡിയോ സ്പോർസുകളാണ്. സോ ഈച്ച് ബെസിഡിയം ദാറ്റ് കണ്ടെയ്ൻ or exogenously produced 4 ബെസിഡിയോസ്പോർസ്. ക്ലിയർ? ഇവിടെ പക്സിനെ ഉണ്ട് ആൻഡ് അസ്റ്റിലാഗോ ഉണ്ട്. പക്സിനിയ ഈസ് ഓൾസോ നോൺ ആസ് റെസ്റ്റ് ഫംഗൈ എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ടേം വിളിക്കാറുണ്ട്. അസ്റ്റിലാഗോ ഈസ് നോൺ ആസ് സ്മട്ട് ഫംഗൈ എന്നും വിളിക്കാറുണ്ട്. അസ്റ്റിലാഗോ എന്ന് പറയുന്നത് സ്മട്ട് ഫംഗൈ ആണ്. ഇപ്പൊ നിങ്ങളോട് ഒരു എക്സാമ്പിൾ ചോദിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ലൂസ് സ്മട്ട് ഓഫ് വീറ്റ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ഏത് ഫംഗസ്? അസ്റ്റിലാഗോ. കാരണം അവിടെ സ്മട്ട് ഉണ്ട്. സ്പട്ട് ഫംഗൈ എന്നറിയപ്പെടുന്നത് അസ്റ്റിലാഗോ ആണ്. വീറ്റ് റസ്റ്റ് ഈസ് കോസ്ഡ് ബൈ പക്സിനിയ. കാരണം പക്സിനിയ ഈസ് ഓൾസോ നോൺ ആസ് എന്ത് ഫംഗൈ ആണ്? റസ്റ്റ് ഫംഗൈ ആണ്. സോ ആയതിനാൽ the second statement is also true. Then coming to the third statement, ഇത് നമ്മുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. Mitochondria are the powerhouse of the cell in all kingdoms except Monera. മക്കളെ, 5 kingdomsil Monera it belongs to prokaryotes. 5 കിങ്ഡംസിൽ മൊണേറ മാത്രമേ പ്രോക്യാരിയോട്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നുള്ളൂ. പ്രോക്യാരിയോട്സ് ആർ ദ ഓർഗാനിസം ദേ ഡു നോട്ട് കണ്ടെയ്ൻ എനി സെൽ ഓർഗനൽസ്. അല്ലെ, സെൽ ഓർഗനൽസ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ദേ ഡു നോട്ട് പൊസസ് എനി സെൽ ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, ലൈക്ക് ക്ലോറോപ്ലാസ്റ്റ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്. ഓക്കെ, സോ നോട്ട് റൈബോസോംസ്. റൈബോസോംസ് ഈസ് പ്രസന്റ് ഇൻ ബോത്ത് പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. അത് ഓർത്ത് വെക്കണേ. അതേപോലെ തന്നെ ഗോൾഗി കോംപ്ലക്സ് ഒന്നും ഒരു സെൽ ഓർഗനെയും കണ്ടെയ്ൻ ചെയ്യുന്നില്ല. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനല്ലെയാണ്. സോ അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ട്രൂ. കമ്മിങ് ടു ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. എന്താ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്? സ്യൂഡോപോഡിയ ആർ ദ ലോക്കോമോട്ടറി ആൻഡ് ഫീഡിംഗ് സ്ട്രക്ചേഴ്സ് in sporozoans. Pseudopodia which is found in അമീബയിൽ കാണുന്ന ഒരു ലോക്കോമോട്ടറി ആൻഡ് ഫീഡിംഗ് സ്ട്രക്ചർ ആണ് ദിസ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്, വിച്ച് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദ സ്പോറോസോൺസ്. അല്ലെ, സ്പോറോസോവൻസിൽ ഒരിക്കലും കാണുന്നില്ല. ഇത് അമീബോയിഡ് പ്രോട്ടോസോവൻസിലാണ് കാണുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതായത് നമ്മുടെ 9th ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ്സ് ആർ ഫൗണ്ട് ഇൻ ദ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ? അതായത് എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ ആരാണ് കാണുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്. കിങ്ഡം മൊണേറയിൽ 3 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു.
One is Archaebacteria, the second one is Eubacteria, and the third one എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് എഴുതാത്തത്. ആർക്കിബാക്ടീരിയ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. ആർക്കിബാക്ടീരിയ ദേ ഓൾസോ നോൺ ആസ് ആൻഷ്യൻ ബാക്ടീരിയ. ഇതിനെ നമ്മൾ ആൻഷ്യൻ ബാക്ടീരിയ എന്ന് വിളിക്കാറുണ്ട്. ദേ പൊസസ് ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ. ഇപ്പൊ നമ്മുടെ യൂബാക്ടീരിയയുടെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് the cell wall of the bacteria which is made up of peptidoglycan കൊണ്ടാണ്. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കാൻ കൊണ്ടാണ് the cell wall of the bacteria is made. പക്ഷേ ആർക്കിബാക്ടീരിയയുടെ സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. പെപ്റ്റിഡോഗ്ലൈക്കാൻ which is absent in the archaebacteria. ആർക്കിബാക്ടീരിയയിലെ പെപ്റ്റിഡോഗ്ലൈക്കാൻ ആബ്സെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ്, കാരണം അതിൽ കൂടുതലായിട്ട് പോളിസാക്കറൈഡ്സ് ആണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ദേ ഫൗണ്ട് ഇൻ ദ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ് അല്ലെ, എല്ലാ ദുർഘടം പിടിച്ച അവസ്ഥയിലും ഈ ആർക്കിബാക്ടീരിയ നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ആർക്കിബാക്ടീരിയനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് 3 ടൈപ്പ് ഓഫ് ഉണ്ട്. ഏതൊക്കെയാണ് ആർക്കിബാക്ടീരിയ 3 ടൈപ്പ്? യെസ്, ദാറ്റ് ഈസ് ഹാലോഫൈറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ തെർമോ അസിഡോഫൈൽസ് ആർ ദർ. ഓക്കെ, then methanogens are there. So they are the 3 different group of archaebacteria: halophiles, thermoacidophiles and methanogens. What do you mean by halophiles? They found in the salty areas. അല്ലേ, നല്ല സോൾട്ടി ഏരിയാസിൽ കാണുന്നവരെ വിളിക്കുന്ന പേരാണ് ഹാലോഫൈൽസ് എന്ന് വിളിക്കുന്നത്. തെർമോ അസിഡോഫൈൽസ്, അസിഡിക് ഏരിയ pH 2, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 80. സോ ഇത്തരം ഏരിയയിൽ കാണുന്ന ഓർഗാനിസംസിനെയാണ് തെർമോ അസിഡോഫൈൽസ് എന്ന് വിളിക്കുന്നത്. നൗ വി ഹാവ് മെത്തനോജൻസ്. ദേ ഫൗണ്ട് ഇൻ ദ മാർഷേ ഏരിയ ഓർ ഓക്സിജൻ ലാക്കിംഗ് ഏരിയാസ്. ഇപ്പോൾ ഓക്സിജൻ കുറവുള്ള ഏരിയയിൽ കാണുന്നവരാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മെത്തനോബാക്ടീരിയം, ഓക്കെ, അല്ലെങ്കിൽ മെത്തനോകോക്കസ്. ഇപ്പോൾ മെത്തനോജൻസിന് എക്സാമ്പിൾ ചോദിക്കാൻ പറഞ്ഞാൽ മെത്തനോബാക്ടീരിയം എന്ന് പറയുന്നത് ഒരു മെത്തനോജൻ ആണ്, മെത്തനോകോക്കസ് എന്ന് പറയുന്നത് ഒരു മെത്തനോജൻ ആണ്. ദേ ആർ ഓൾസോ പ്രസന്റ് ഇൻ ദ മാർഷേ ഏരിയാസ് ആൻഡ് ദേ ഓൾസോ പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് ruminant animals like cow, buffalo, etc. These methanogens are responsible for the production of methane gas from cow dung. Cow dung-il ninnu methane gas-inde production വേണ്ടി സഹായിക്കുന്നതാണ് ഈ മെത്തനോബാക്ടീരിയം എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, they are responsible for the production of methane gas. Now what is the question? എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ കാണുന്നത് ഏതാണ്? യൂബാക്ടീരിയ ആണോ? അല്ല. ആരാണ്? ഹാലോഫൈൽസ് ആണ് അല്ലെ, ഹാലോഫൈൽസ് ആണ്. ഹാലോഫൈൽസ് ദേ ബിലോങ് ടു ആർക്കിബാക്ടീരിയ. അപ്പോൾ ആർക്കിബാക്ടീരിയ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ആർക്കിബാക്ടീരിയ ഈസ് ദ റൈറ്റ് ആൻസർ. മെത്തനോജൻസിന് എക്സാമ്പിൾ ഏതാ? മെത്തനോജൻസ് ദാറ്റ് ഈസ് മെത്തനോകോക്കസ്. ടെക്സ്റ്റിലില്ല, എന്നിരുന്നായിരുന്നു ഓർത്ത് വെച്ചോ, മെത്തനോകോക്കസ്. അതൊരു മെത്തനോജൻസിന് എക്സാമ്പിൾ ആണ്. ഗട്ട് ഓഫ് റുമിനന്റ് അനിമൽസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാർഷേ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്സിജൻ ലാക്കിംഗ് ആണ്, ഓക്സിജൻ അവോയ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. സോ സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: which of the following are the smallest living cells known without a definite cell wall, comma, they are pathogenic to plants and as well as animals and survive without oxygen. So ഇത് നമ്മുടെ കിങ്ഡം മൊണേറയിൽ ഉൾപ്പെട്ട മൈക്കോപ്ലാസ്മയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മൈക്കോപ്ലാസ്മ ആൻസർ നമുക്ക് കിട്ടി അല്ലേ, ആൻസർ നമുക്ക് കൃത്യമായിട്ട് കിട്ടി.
പക്ഷെ എന്നിരുന്നാലും മൈക്കോപ്ലാസ്മയെ കുറിച്ച് കാര്യങ്ങൾ പറയണം. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സെൽ. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ ദേ ക്യാൻ ലിവ് വിത്തൗട്ട് ഓക്സിജൻ, അല്ലെ? ഓക്സിജൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ദേ ലാക്ക് സെൽ വാൾ. ചോദ്യം വരാറുണ്ട്, ഏത് ഓർഗാനിസംസിലാണ് സെൽ വാൾ ഇല്ലാത്തത്? ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. ആൻഡ് ദേ ആർ പാത്തോജനിക് എന്ന് പറയാറുണ്ട്. അതായത് രോഗകാരിയാണ്. ഈ 4 പോയിന്റ്സുകളാണ് മൈക്കോപ്ലാസ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓർത്ത് വയ്ക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? സോ മൈക്കോപ്ലാസ്മ ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിംഗ് സെൽസ്, അറിയാം. ദേ ലിവ് വിത്തൗട്ട് ഓക്സിജൻ, യെസ്. ദേ ലാക്ക് സെൽ വാൾ ആൻഡ് ദേ ആർ പാത്തോജനിക് ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇതിന് മുകളിലായിട്ട് അവിടെ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ബാക്ടീരിയ ബൈനറി ഫിഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യാറ്. മോസ്റ്റ് കോമൺ ആയി കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ ആണ്. ടേം ശ്രദ്ധിക്കണം. മോസ്റ്റ് കോമൺ ആയി കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ അസെക്ഷുവൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. അസെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. സോ വാട്ട് ഹാപ്പൻസ് when any unfavorable condition, favorable അല്ല, unfavorable condition വരികയാണെങ്കിൽ the ബാക്ടീരിയയ്ക്ക് ചുറ്റും ഒരു കവറിങ് വരും. so there is a formation of entospore എന്ന് പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്, ഫോർമേഷൻ ഓഫ് entospore. നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്പോർ ഫോർമേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സ്പോറിന്റെ പേര് എന്താന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ ബാക്ടീരിയയിൽ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. ഏത് മെത്തേഡ് വഴിയാണ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോൺജുഗേഷൻ ആണ്. കോൺജുഗേഷൻ. വാട്ട് യു മീൻ ബൈ കോൺജുഗേഷൻ? ഒരു ബാക്ടീരിയത്തിൽ നിന്നും അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയല്, ക്ലിയർ, ഫുൾ ജെനറ്റിക് മെറ്റീരിയൽ അല്ല, ഓക്കെ, അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിന് ഒരു കുറച്ചു ഭാഗം പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫർ, ക്ലിയർ, ദ ട്രാൻസ്ഫർ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ സഹായിക്കുന്നുണ്ട്. നമുക്കതിനെ സെക്സ് പില്ലി എന്ന് വിളിക്കാം. ഓർ വി ക്യാൻ സേ ദാറ്റ് കോൺജുഗേഷൻ പില്ലി എന്ന് വിളിക്കാം. അപ്പോൾ കോൺജുഗേഷൻ പില്ലിയുടെ സഹായത്തോടു കൂടിയാണ് ഓക്കെ, അവിടെ കാണാനില്ല അല്ലെ, കോൺജുഗേഷൻ പില്ലി. ഓക്കെ, കോൺജുഗേഷൻ പില്ലിയുടെ സഹായത്തോടു കൂടിയാണ് അവിടെ എന്ത് നടക്കുന്നത്? ഇത്തരം ഒരു DNA ട്രാൻസ്ഫർ നടക്കുന്നത്. മൊത്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പ്രിമിറ്റീവ് ട്രാൻസ്ഫർ, ഭാഗികമായിട്ട് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ? സോ ഇത് ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടല്ല, അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഓർത്ത് വെക്കണം കേട്ടോ. കോൺജുഗേഷൻ മാത്രമല്ല സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ട്രാൻസ്ഡക്ഷൻ ഉണ്ട്, ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. 3 മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണാം. ഫസ്റ്റ് വൺ കോൺജുഗേഷൻ ആണ്. ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ട്രാൻസ്ഡക്ഷൻ, ഓർത്ത് വയ്ക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, ട്രാൻസ്ഡക്ഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ. പക്ഷെ നമ്മുടെ NCERT ടെക്സ്റ്റിൽ കോൺജുഗേഷനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ നമുക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഒന്ന് റീഡ് ചെയ്തേ. വൈറോയിഡ്സ് ഡിഫർ ഫ്രം വൈറസസ് ഇൻ ഹാവിങ്. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതായത് വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൻ ആൻഡ് പ്രയോൺസ് എന്ന് പറയുന്ന ടോപ്പിക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. വൈറസ് ദാറ്റ് കണ്ടെയ്ൻ ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് എ പ്രോട്ടീൻ കോട്ട്.
ക്ലിയർ? ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ ജനറ്റിക് മെറ്റീരിയൽ മേ ബി DNA, ഓക്കെ, DNA ഓർ RNA, DNA ഓർ RNA, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വൈറസ്. ദെൻ വാട്ട് അബൌട്ട് വൈറോയിഡ്സ്? Viroids. Actually, viroids, they also contain genetic material, and that genetic material എന്ന് പറയുന്നത് RNA ആണ്. ഫ്രീ RNA എന്ന് പറയുന്ന ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ് നമുക്ക് വൈറോയിഡ്സിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ദേ ലാക്ക് പ്രോട്ടീൻ കോട്ട്. അവരിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? പ്രോട്ടീൻ കോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. പ്രോട്ടീൻ കോട്ട് ഈസ് ആബ്സെന്റ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈറോയിഡ്സ് ഡിഫറെന്റ് ഫ്രം വൈറസ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ നോക്കാം. DNA മോളിക്യൂൾ വിത്ത് പ്രോട്ടീൻ കോട്ട്. വൈറോയിഡ്സിൽ DNA മോളിക്യൂൾ ആണോ? അല്ല, DNA മോളിക്യൂൾ അല്ല. DNA മോളിക്യൂൾ വിത്ത് പ്രോട്ടീൻ കോട്ട് ആണോ? അതും അല്ല. പ്രോട്ടീൻ കോട്ട് ഇല്ല, പക്ഷെ DNA മോളിക്യൂൾ അല്ല. ഇനി അടുത്ത ഓപ്ഷൻ നോക്ക്. RNA മോളിക്യൂൾ വിത്ത് പ്രോട്ടീൻ കോട്ട്. RNA മോളിക്യൂൾ ആണ്. യെസ്, RNA മോളിക്യൂൾ is present, but protein coat is absent. Coming to the fourth option, RNA molecules without protein coat is the right answer എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈക്കൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ലൈക്കൻ, they are known as good pollution indicators. ലൈക്കൻ എന്ന് പറയുന്നത് നല്ല പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് എന്ന് ഓർത്ത് വെക്കണം. ഏത് പൊല്യൂഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് എയർ പൊല്യൂഷൻ ആണ്. ഏത് എയർ പൊല്യൂഷൻ? കാരണം എയർ പൊല്യൂട്ടൻസ് കുറേ ഉണ്ട്. ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് എ സൾഫർ ഡയോക്സൈഡ് പൊല്യൂഷൻ. SO2 പൊല്യൂഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് ലൈക്കൻ എന്ന് പറയുന്നത്. ലൈക്കൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആൽഗയുടെയും ഫംഗസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അതായത് സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അതിൽ ആൽഗൽ കമ്പോണന്റിനെ നമ്മൾ എന്താ വിളിക്കുക? യെസ്, ആൽഗൽ കമ്പോണന്റ് ഈസ് കോൾഡ് ഫൈക്കോബയോണ്ട് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ആൽഗയാണ്. ദ ഫംഗൽ കമ്പോണന്റിനെ നമ്മൾ മൈക്കോബയോണ്ട് എന്നും വിളിക്കാറുണ്ട്. മൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് വാട്ട്? മൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫംഗൈ ആണ് കേട്ടോ. നമ്മൾ NCERT ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ പെനിസിലിയം എന്ന് പറയുന്ന ഒരു ഫംഗസിനെ കുറിച്ച് കേൾക്കും. പെനിസിലിയം. ഈ പെനിസിലിയം നൊട്ടാറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് ആദ്യത്തെ ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ നിർമ്മിച്ചിരിക്കുന്നത്. The penicillium that belongs to a class of ascomycetes. ആസ്കോമൈസീഡ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ ആസ്കോമൈസീഡ്സിലും ബെസിഡിയോമൈസീഡ്സിലുമാണ് നമുക്ക് ഡൈകാരിയോ ഫേസ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സെല്ലില് 2 ന്യൂക്ലിയസ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നത് ആസ്കോമൈസീഡ്സിലാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. ജസ്റ്റ് കണക്ട് ചെയ്ത് പറയുകയാണ്. അതേപോലെ തന്നെ ആൽഗൽ ഫംഗൈ അല്ലെങ്കിൽ ഫൈക്കോമൈസീഡ്സിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ദേ കണ്ടെയ്ൻ സീനോസൈറ്റിക് ഹൈഫേ. എന്താ സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറഞ്ഞാൽ? ഒരു ഹൈഫേയില് ക്രോസ് വാളുകളില്ല, സെപ്റ്റം ഇല്ല. അപ്പൊ ഇതൊരു ഹൈഫേ ആണെന്ന് കൺസിഡർ ചെയ്യുക. സെപ്റ്റം ആബ്സെന്റ് ആണ്, പക്ഷെ എന്തുണ്ട്? ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അപ്പൊ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉള്ള ഹൈഫേ വിളിക്കുന്ന പേരാണ് സീനോസൈറ്റിക് ഹൈഫേ. സച്ച് ടൈപ്പ് ഓഫ് ഹൈഫേ ആർ പ്രസന്റ് ഇൻ ഫൈക്കോമൈസീഡ്സ്. കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് വെരി വെൽ. ഓക്കെ, സോ ഇതേപോലെ ഓരോ ടോപ്പിക്കും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നു വിചാരിക്കുന്നു. സോ താങ്ക് യു ഓൾ. താങ്ക് യു.